ഒരു വൈദികൻ എന്ന നിലയിലും ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിലും ഞാൻ ഒരുപാട് വേദികളിൽ ഇരുന്നിട്ടുണ്ട്. ഒരുപാട് പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതുപോലൊരു വികാരം എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ട് ശരിക്കും. കേണൽ എച്ച് പത്മനാഭൻ്റെ ഇത്രയേറെ വികാരം നിറഞ്ഞ, കണ്ണ് നിറപ്പിക്കുന്ന, കണ്ണ് തുറക്കുന്ന, ഹൃദയമിടിപ്പിക്കുന്ന ഒരു പ്രഭാഷണത്തിന് ശേഷം എന്തെങ്കിലും പറയാൻ സാധിക്കുമോ എന്നുള്ള സംശയവുമുണ്ട് എനിക്ക്. അച്ഛനായിട്ട് ആദ്യ വർഷം ഒരു വർഷക്കാലം പൂനെയിൽ വാനോരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആർമി ഏരിയ ഉള്ള സ്ഥലത്ത് സൈനിക ഉദ്യോഗസ്ഥർ ജീവിക്കുന്നിടത്ത് ജീവിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാം ഒരു പദവി, കേണൽ പദവി എന്താണെന്ന്. എനിക്കറിയാം ബ്രിഗേഡിയർ ആരാണെന്ന്, അവർ താമസിക്കുന്നിടം ഏതാണെന്നും അവരുടെ ഓഫീസുകളുടെ വലിപ്പം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. നാദബ്രഹ്മം ഫൗണ്ടേഷൻ ദൈവദത്തമായി അവർക്ക് ലഭിച്ച വലിയ സമ്പത്തിനെ, അവരുടെ വലിയ കഴിവിനെ, സംഗീതത്തോടുള്ള അവരുടെ വലിയ ആഗ്രഹങ്ങളെ അവർ മറ്റൊരു ദിശയിലേക്ക് വെറുമൊരു കൾച്ചറൽ ഇവൻ്റാക്കി മാത്രം മാറ്റി നിർത്താതെ മറ്റൊരു ദിശയിലേക്ക് കൂടെ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് നാദബ്രഹ്മം ഫൗണ്ടേഷൻ എല്ലാവർക്കും മാതൃകയാവുകയാണ്. അവർ തങ്ങളുടെ സംഗീതത്തോടുള്ള താല്പര്യം അത് ലോകസമാധാനത്തിനായിട്ട് ഉപയോഗിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് റിപ്പബ്ലിക് ഡേ. പരസ്പരം ബഹുമാനിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉടമകളാണ് നമ്മളൊക്കെ. ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ജീവിതം കൊണ്ട് നാദബ്രഹ്മം തങ്ങളുടെ കഴിവുകളെ വലിയൊരു സമാധാനത്തിൻ്റെ ചാലകശക്തിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ നാദബ്രഹ്മം ഫൗണ്ടേഷനെ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. ലിവ് എന്നൊരു വാക്കുണ്ട്, LIVE. ലിവ് എന്നൊരു വാക്കിൽ ഈവിൾ ഒളിച്ചു കിടപ്പുണ്ട്. ലിവ് എന്ന വാക്കിൽ ഈവിൾ ഒളിച്ചു കിടപ്പുണ്ട്. LIVE. ലിവ് എന്ന വാക്കിൽ ഈവിൾ ഒളിച്ചു കിടപ്പുണ്ട്. ഞങ്ങളുടെ ഡോക്ടർമാരെങ്കിലും പറയണം, തിരിച്ചിട്ടാൽ മതി. എന്ന് ജീവിതം തിരിഞ്ഞു പോകുന്നോ അന്നൊക്കെ ഈവിളായി മാറും. നാദബ്രഹ്മത്തിനതറിയാം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ലിവ് ഈവിളാകുന്നത് എന്ന് നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ മെമ്പേഴ്സിനറിയാം. അതിൻ്റെ കാരണം അതിലൊരു ഉള്ളത് കൊണ്ടാണ്, ഞാൻ എന്നൊരു സ്വാർത്ഥതയുള്ളത് കൊണ്ടാണ്. ഞാൻ എന്നുള്ളൊരു സ്വാർത്ഥത എന്ന് ഉപേക്ഷിച്ച് അത് ഇല്ലാതാവുന്നോ, അത് ശൂന്യവൽക്കരണമാകുന്നോ, അതൊരു സീറോ ആയി മാറുന്നോ, അതൊരു O ഷേപ്പിലെത്തുന്നോ, അത് സ്നേഹമായിട്ട് മാറും. മാറിയൊന്നോ O ആയിക്കഴിഞ്ഞാൽ, സീറോ ആയിക്കഴിഞ്ഞാൽ അത് ലവ് ആയി മാറും, സ്നേഹമായി മാറും. അത് തിരിച്ചറിയുന്ന വലിയ ഒരു ഫൗണ്ടേഷനായിട്ട് ഞാൻ ഈ നാദബ്രഹ്മത്തെ കാണുകയാണ്. ഒരുപാട് അവരുടെ പല ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടി. അവരുടെ ഉള്ളിലുള്ള പാഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിങ്ങളെ ഞാൻ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയാണ്. ചെറിയൊരു കുറ്റബോധമുണ്ട് എനിക്ക്. ഞാൻ ഓർക്കുകയായിരുന്നു ഈ വേദിയിലിരുന്നു കൊണ്ട് ഇത്രയേറെ, പ്രത്യേകിച്ച് കേണൽ എച്ച് പത്മനാഭൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഈ ജവാന്മാരോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് മാത്രമല്ല, എന്നെക്കുറിച്ചുള്ള ഒരു കുറ്റബോധം കൂടി കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഹെൽത്ത് കെയറിൽ ചെയ്യുന്നവരാണ് ഞങ്ങൾ. എന്തുകൊണ്ട് ഇന്നേ വരെ അത് ചിന്തിച്ചില്ല? എന്തുകൊണ്ട് ഇവിടെ ജവാന്മാർക്ക് വേണ്ടിയിട്ട്, ധീര ജവാന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ശരിയാണ് ഞങ്ങൾക്ക് ECHS ഒക്കെ ഉണ്ട്, പക്ഷേ എന്തുകൊണ്ട് വളരെ വ്യക്തമായിട്ടൊരു കാര്യം ചെയ്യാൻ അമല പോലെയുള്ള സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇന്ന് കേണൽ ഇവിടെ നടത്തുകയുണ്ടായി. അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറയാൻ കൂടെ ഞാൻ ഈ വേദിയിൽ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരുപാട് നന്മകളുണ്ടാകട്ടെ.
ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകട്ടെ. പണ്ട് ഇതിലെ സഞ്ചരിക്കുമ്പോൾ ഓർമ്മ മാർബിൾ എന്നൊരു വലിയ സംഗതി ഉണ്ടായിരുന്നു. ഓർമ്മ മാർബിൾ. അങ്കമാലി അടുത്ത് ഒരുമ മാർബിൾ എന്നൊരു ഒരു കടയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഓർമ്മയുള്ളിടത്തെ ഒരുമയുണ്ടാവുകയുള്ളൂ. നമുക്ക് ആവട്ടെ, ഒരുപാട് പേരെ ഓർക്കാൻ, നന്മയോടുകൂടെ ഓർക്കാൻ നമുക്കാവട്ടെ. തൊട്ടടുത്ത് കിടക്കുന്ന അയ്യന്തോളിൽ കിടക്കുന്ന ഷിജി നാശുവിനെ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത് എന്ന് പറയുന്നത് എൻ്റെ കുറ്റബോധമാണ്, എൻ്റെ അറിവില്ലായ്മയാണ്, എൻ്റെ കുറവായി തന്നെ ഞാൻ കാണുന്നു. ഇതുപോലെയുള്ള ഒരുപാട് ഷിജികൾ വസിക്കുന്ന ഈ നാടിൽ എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചുകൊണ്ട് നാദബ്രഹ്മം പോലെയുള്ള ഫൗണ്ടേഷൻ അവരെ തേടിപ്പിടിച്ച് കണ്ടെത്തി അവരെ ആദരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളുണ്ട്. നിങ്ങൾക്കെന്നും ഒരുമയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ജയ് ജവാൻ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി.